പക്ഷെ അജുവിൻ്റെ പ്രൊഫൈലിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്ന് ചിന്തിക്കാറുണ്ടോ? ഇപ്പോൾ വെള്ളവടി നിർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള അംഗീകാരം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കൂട്ടായ്മയിലായിരുന്നു ഈ സിനിമകളൊക്കെ, ആദ്യത്തെ സിനിമകളൊക്കെ. ഇപ്പോൾ മലർവാടി ആയാലും കുഞ്ഞിരാമായണമായാലും അത്തരത്തിലുള്ള എല്ലാ സിനിമകളിലും ഒരു കൂട്ടായ്മയിലായിരുന്നു സംഭവിച്ചത്. ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ അജു ലീഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ പക്ഷേ അല്ല, അന്ന് ഞാൻ ഒറ്റയ്ക്ക് മദ്യപിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണല്ലേ? എനിക്ക് അങ്ങനെ റെയർ ആയിട്ടുള്ളൂ. കോളേജ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ അങ്ങനെ മദ്യപിച്ച് എൻജോയ് ചെയ്തേക്കുന്നത്. അവരൊക്കെ ഇന്നില്ലല്ലോ. അവരുടെ ആയിരുന്നു ഏറ്റവും നല്ല ഫൺ മദ്യപാനത്തിൻ്റെ. മറ്റേതൊക്കെ എപ്പോഴും ഞാൻ ഒന്ന് വിനീതും ഇവരും ഞാനും ഇങ്ങനെ ബേസിൽ ഇവരൊന്നും അടിക്കത്തില്ല. ഇവരൊക്കെ വളരെ നല്ല മനുഷ്യർ. അപ്പോൾ എൻ്റെ കൂടെയുള്ള അലമ്പൻ ഞാൻ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെപ്പോഴും എൻ്റെ കാര്യം ഇപ്പം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, വിശാഖും ധ്യാനും ഞാനും കൂടെ ലവ് ആക്ഷൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് രാവിലെ എത്തി തിരുവനന്തപുരത്താന്ന് തോന്നുന്നു. SP എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഫോൺ ചെയ്ത് രാവിലെ 10-10:30 വന്ന് കയറി ഒന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിക്കാനപ്പം അവർക്ക് ഹോർലിക്സ് വേണമെന്നു. ഞാൻ രാവിലെ ചേട്ടാ 2 ഹോർലിക്സും 2 റമ്മും. അവരവിടെ വിചാരിച്ചു അതെന്ത് മിക്സാ, അത് കണ്ടോ. അതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ കൂടെയുള്ള 2 പേരും ഹോർലിക്സാണ് കുടിക്കുന്നത്. എനിക്കങ്ങനെ ആരും വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് പോയ ഇഷ്ടമായിരുന്നു. പക്ഷെ തന്നെ ഞാൻ ബാറിലൊക്കെ പേടിച്ചു.